മലപ്പുറം തിരുവാലി പഞ്ചായത്തിലെ തർക്കത്തിൽ UDF നേതൃത്വം ധാരണയിലെത്തി. മുസ്ലിം ലീഗിന് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിനൊപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി നൽകും. ഇതാണ് ധാരണ. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ്. സമീർ, ഈ ധാരണയുടെ വിശദാംശങ്ങൾ എന്താണ്? മലപ്പുറം ജില്ലയിലെ തിരുവാലി പഞ്ചായത്തിൽ UDF-ലുണ്ടായിരുന്ന തർക്കത്തിൽ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ലീഗ് കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ നടത്തിയ ഒരു ചർച്ചയ്ക്കൊടുവിലാണ് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒരു 1 അല്ലെങ്കിൽ 2.5 വർഷത്തേക്കോ വേണം എന്നുള്ളതുമായിരുന്നു. ബാക്കി കോൺഗ്രസിനും എന്നുള്ള നിലക്കായിരുന്നു. എന്നാൽ ഈ ധാരണ അല്ല ഉണ്ടായിരിക്കുന്നത്. മറിച്ച് ഈ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് തന്നെ നിലവിൽ കൈക്കൊള്ളൂ. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് നൽകും. ഒപ്പം ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനവും മുസ്ലിം ലീഗിന് നൽകും. ഇങ്ങനെയാണ് ഒരു ധാരണ ഉണ്ടായിരിക്കുന്നത്. അവസാന 1 വർഷം വേണമെന്ന് മുസ്ലിം ലീഗ് ഇന്ന് ഏറ്റവും ഒടുവിൽ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അത് ഉചിതമായ സമയത്ത് ആവശ്യമെങ്കിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ നേതാക്കൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ UDF നേതാക്കൾ പറയുന്നത് ഇടതുപക്ഷത്തെ ഭരണത്തിലേക്ക് എത്തിക്കാതിരിക്കാൻ UDF ഒറ്റക്കെട്ടായി നിൽക്കുക, അതാണ് നിലവിലെ ലക്ഷ്യം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ശേഷം UDF നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുശേഷം നാളെ ഇനി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ രാവിലെ 10 മണിയോട് കൂടി ആരംഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഈ പ്രസിഡന്റ് സ്ഥാനം നൽകാത്തതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതോടെ LDF വിജയിച്ചേക്കാമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് എത്തിയതോടുകൂടി കോൺഗ്രസ് മാറി നിന്നതോടുകൂടി ക്വാറം തികയാതെ വന്നതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആകെ 19 സീറ്റാണ് തിരുവാലി പഞ്ചായത്തിലുള്ളത്. അതിൽ 8 സീറ്റിൽ LDF വിജയിച്ചിരിക്കുകയാണ്. തർക്കം പരിഹരിച്ചിരിക്കുകയാണ് UDF. നാളെയാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.